ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവന്, കടലിന് മീതെ നടന്നവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, അന്ധന് കാഴ്ച കൊടുത്തവനെ, എതിരിന് കേൾവി ശക്തി കൊടുത്തവനെ, ഊമന് സംവാദ ശക്തി കൊടുത്തവനെ, ഞങ്ങളങ്ങേ ആരാധിച്ചു വണങ്ങുന്ന കർത്താവേ, മനമുയർത്തിക്കൊണ്ട് ചുണ്ടിക്കട്ടെ. കർത്താവേ, സന്താനരഹിതരെയും ഭവനരഹിതരെയും സമർപ്പിക്കുന്നു. കർത്താവേ, കൊറോണ വൈറസ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം മന്ദീഭവിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉടമ്പടിയില് 6 നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ തുറന്നു പിടിച്ച് ചേർന്ന് പാടാം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്നു. ആരാധന നയിക്കുന്ന കർത്താവേ, കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടർ ഫാദർ ബി.പി. ജോസഫ് വലിയ വീട്ടിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കായിക സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നേരിലേക്ക് പകർത്തുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മീഡിയ മിഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ലൈവായി കാണുന്നവര്, ഷക്കീന ടിവിയിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, പിന്നീട് കണ്ട് പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ, തത്സമയം ടൈപ്പ് ചെയ്യുന്ന നിയോഗങ്ങള്, രോഗദുരിതങ്ങള്, കടഭാരങ്ങള്, രോഗവാസന വ്യാപിച്ചിരിക്കുന്ന കൊറോണ ഭീതിയിൽ കഴിയുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ സന്നിധി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യക്ഷയായി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ അഭിഷേകം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാതൃസന്ധയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 മാസത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയുടെ അധികാരത്തെയും വേഗം പഠിക്കുവാൻ ഇടയാക്കണമേ. ദൈവ തിരുമനസ്സ് വെളിപ്പെടുത്തുവാൻ ഇടയാക്കണമേ. സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, അമ്മയുടെ യേശുവേ അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ വഴി പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രകൃതിയുടെ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ ശക്തിയും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഉടമ്പടിയില് എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്ന ആരാധന അമ്മേ പരിശുദ്ധമ്മേ, സ്വരൂപങ്ങളുടെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ പ്രത്യക്ഷീകരണമേ. പരിശുദ്ധ മാതാവേ, സമയ സന്ദർഭങ്ങൾ അധികാരമുള്ള അമ്മേ, ശിവേ ആരാധന യേശുവേ ആരാധന ശിവേ ആരാധന ശിവേ ആരാധന അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രത്യേക നിയോഗം മക്കളെ, നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക.
അമ്മയുടെ വിശുദ്ധീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സമാധാനമില്ലാതെ സമർപ്പിക്കുന്നു. ഡിവോഴ്സ് പ്രാർത്ഥിക്കുന്നു. നടപടികൾ പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രായമായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുട്ടികളിൽ പ്രയത്നത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴി പ്രശ്നത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവരെ പദങ്ങൾ പേര് ജീവിതം പഠിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പോലീസ് കോടതി കേസുകളിൽപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഈശോയെ ആത്മീയ പദ്ധതിയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, 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 നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. യേശുവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, സംഗീതത്തിന് 86 പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ കണ്ണീർക്ക് ഞങ്ങൾ ഏറ്റെടുക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ജീവിത ദുരിതങ്ങൾ, സൗഖ്യങ്ങൾ, പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥതയിൽ ഇപ്പോഴ് ദൈവം എടുത്തു മാറ്റുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കോരിത്തെരിപ്പ് വരും.
എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവമേ ഇങ്ങനെ ഒരു ഉടമ്പടി പോലെ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം പെരുവഴിയിലാകുമായിരുന്നു. എല്ലാം തകർന്നതാ. പിന്നെ ദൈവം ഉടമ്പടിയിലൂടെ എല്ലാം തിരികെ കൊണ്ടുവന്ന് അവിസ്മരണീയമാണ്, വിസ്മയകരമാണ്. ഇങ്ങനെ അത്രയും ശക്തമായ സാക്ഷ്യം. എല്ലാ ദിവസവും സാക്ഷ്യങ്ങളുണ്ട്. എത്ര ലോക്ക്ഡൗൺ ആയാലും സാക്ഷ്യത്തിന് ലോക്ക്ഡൗൺ ഇല്ല. കാര്യം ദൈവാനുഭവങ്ങളുടെ 10,000 അവരുടെ സാക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇമെയിലിലേക്ക്. അതെന്നെ ഒരു ആശ്വാസമാണ്. ശരിക്കും രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല എന്ന് പറയണത് മനുഷ്യനിപ്പോഴ് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുകയാണ്. ഈ സാക്ഷ്യാനുഭവങ്ങളെല്ലാം എന്തിലേക്കാണ് വില ചൂണ്ടണത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലേക്കാണ്. അമ്മ പ്രത്യക്ഷപ്പെടലിൻ്റെ പൊരുളുകൾ ദൈവം സ്ഥിരീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് സാക്ഷ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് കൃപാസന അൾത്താറ നമ്മുടെ അഭയകേന്ദ്രമാണ്. കുരുകൾ പക്ഷി തൻ്റെ കുഞ്ഞിന് പറക്കാനൊരു കൂടും. ദൈവമായ കർത്താവേ, മിവൽ പക്ഷി ഒരു സംഗീതവും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് സങ്കീർത്തനം. എത്ര വർഷങ്ങൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ആ സങ്കീർത്തനം ഇന്നും അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുകയാണ് കൃപാസന അൾത്താരയിലെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ തത്സമയ നിയോഗം ടൈപ്പ് ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകൃപാന ഗാനം ആലപിക്കാം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ കർത്താവേ സ്തുതിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ആരെല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു, അപ്പോഴെല്ലാം കർത്താവേ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ അഭിഷേകമായി യേശുവേ, 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 യേശുവേ ആരാധന. ആരും കാണാതെ കരണിലൊതുക്കിയ കരുണാത മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പ്രിയമുള്ളവരെ, കുർബാനയെ കുറിക്കുന്ന എല്ലാ പാട്ടുകളും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന മുഹൂർത്തത്തിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനം നിറഞ്ഞതാണ്. ആ ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനം എന്നോടും നിന്നോടുമുള്ള അവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും സ്നേഹമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഈടിവെപ്പ്, ഒരു വിശ്വാസിയുടെ സ്വന്തം എന്ന് പറയുന്നത് ഈ ദിവ്യകുർബാനയുടെ അനുഭവമാണ്. നമ്മൾ ആരാധന അവസാനിപ്പിക്കുന്നില്ല. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിലെ ഒരിക്കലും ആരാധന അവസാനിക്കത്തില്ല. ജൂലൈ 1-ാം തീയതി മുതൽ അന്നേപ്പം എന്ന് പറഞ്ഞ പുതിയ ആരാധന ആരംഭിക്കുകയാണ്. അതിൻ്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവർ ഡെയിലി ബ്രെഡ്.
അന്നന്നേപ്പം. ഒരു മനുഷ്യന് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് തരുന്ന ഒരു സായാഹ്നമാണ് അന്നന്നേപ്പത്തിൻ്റെ ആരാധനാ സായാഹ്നം. നമുക്ക് ആ ശുശ്രൂഷ 1 മണിക്കൂറാണ് നിൽക്കുന്നത് ആരാധന. ആ 1 മണിക്കൂർ മുഴുവനും പങ്കെടുക്കുന്ന 10,000ങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ ശുശ്രൂഷ ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്. ശുശ്രൂഷ സമർപ്പിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയണമേ. യേശുവേ ആരാധന. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു അനവധി നൊമ്പരം ആരും കാണാതെ കരണിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള യേശുനാഥ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. കാര്യം ആഴത്തിലുള്ള അവിടുത്തെ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ, അതിനാണ് അന്ത്യം വരെ അപ്പമായി, നമ്മുടെ ആശ്വാസമായി നമുക്ക് സംലഭ്യമായിരിക്കുന്നത്. കർത്താവ്, ഇപ്പോഴനേകം മക്കൾ രോഗികൾ അങ്ങയുടെ ഒരു സ്പർശം, അങ്ങയുടെ തിരുമുറുമാർന്ന വലതുകരത്തിൻ്റെ ഒരു സ്പർശം അനുഭവിക്കാൻ വേണ്ടി കണ്ണീരോടെ വെമ്പൽ കൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ കരുണയോടെ ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ഇന്ന് വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ അവിടെയെല്ലാം വിശ്വാസത്തെ പങ്കുപറ്റിക്കൊണ്ട് കർത്താവേ, നീ ആരാണെന്ന് കൈകൊണ്ട് തൊട്ട് മനസ്സിലാക്കിയവരെ, ഹൃദയം കൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയവരെ, കർത്താവെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയവർ, കർത്താവെ ഞങ്ങൾക്ക് നൽകിയ സാക്ഷ്യങ്ങൾ രക്തസാക്ഷ്യത്തെക്കാൾ കർത്താവെ മനോഹരമാണ്. കർത്താവെ, ആ സാക്ഷ്യങ്ങളെ എല്ലാ രക്തസാക്ഷികളും കൂടെ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട അങ്ങേക്ക് വേണ്ടി ജീവിച്ച എല്ലാ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തെ കർത്താവെ അവലംബിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. യേശുവേ ആരാധന. കരങ്ങൾ തുറന്നു പിടിച്ച് ഹൃദയം തുറന്നു പാടാം. അനവധി നൊമ്പരം ആരും കാണാതെ കരണിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള യേശുനാഥ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ.